ഹലോ ഡിയർ യങ്സ്റ്റേഴ്സ്. പറഞ്ഞതേ പെരുന്നാള് അടുത്തെത്തി തുടങ്ങിയില്ലേ? പെരുന്നാളിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ? പെരുന്നാളിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, തിരുനാളിന്റെ ഒരുക്കങ്ങൾ എവിടം വരെ? അതന്നെ, ആത്മീയമായിട്ട് നമ്മൾ എത്രത്തോളം ഒരുങ്ങി തുടങ്ങി? ഇനി ആത്മീയമായിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മാക്സിമം അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും ഹാപ്പിയാണോ? നിങ്ങളെല്ലാവരും ഹാപ്പിയാണോന്ന് ഈ ചോദ്യം ഇപ്പൊ എന്തിനാ ചോദിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ? പക്ഷെ നമ്മൾ ഈ പെരുന്നാളിനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ ഒരു പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ ഇടയ്ക്ക് നമുക്ക് കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും സങ്കടങ്ങളും ജീവിതത്തിന്റെ ഭാരം മൂലം ഉണ്ടാവുന്ന നിരാശകളൊക്കെ ഉണ്ടാവാറില്ലേ? ആ ഒരു ടൈമിൽ നമ്മൾ എന്താ ചെയ്യാ? അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയുണ്ട് കേട്ടോ. നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ഹീറോ ആയിട്ടുള്ള മിസ്റ്റർ അപ്പാൽ മാലാക തോബിത്തിന്റെ ജീവിതത്തിൽ ചെയ്തത് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കിയാലോ. തോബിത്തിന് ഇതേപോലെ നിരാശ നിറഞ്ഞ പല ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തോബിത്ത് ചെയ്തത് ഒറ്റൊരു കാര്യം മാത്രമാണ്, ദൈവപരിപാലനെ ആശ്രയിച്ചെന്നുള്ളത്. എന്തുകൊണ്ട് നമുക്കത് തന്നെ ചെയ്തോടാ? നമ്മൾ പലപ്പോഴും വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ മാലാക നമ്മളോട് പറയുന്ന ഒറ്റൊരു കാര്യം തന്നെയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തോട് എല്ലാം തുറന്നു പറയാനും. അതിപ്പോ നമ്മുടെ സങ്കടങ്ങൾ മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങളും ദൈവത്തോട് ഓപ്പൺ ആയിട്ട് ചോദിക്കാനായിട്ടുള്ള അധികാരം നമുക്കില്ലേ? സോ ഈ ഒരു പെരുന്നാളിന്റെ ടൈമിൽ നമ്മൾ വിഷമിച്ച് എന്തെങ്കിലുമൊക്കെ വിഷമം വരാണെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാതെ പെരുന്നാൾ കൊള്ളാക്കാൻ നിൽക്കരുത്. ആ ഒരു ടൈമില് മാലാഖേനെ കൈപിടിച്ച് മാലാഖേന്റെ കൂടെ ദൈവപരിപാലനയിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.